തെരഞ്ഞെടുപ്പിന് 7 നാൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും പണ്ട് നൽകിയ പേര് ഇപ്പോഴും മാറിയിട്ടില്ല എന്നും പരിഹാസം. നരേന്ദ്രമോദിയുടെ തോളിലിരുന്നാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയൻ വാക്പോര്. BJP CPIM ബന്ധം കാരണമാണ് കേരള മുഖ്യമന്ത്രിയെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോട് പിണറായി വിജയൻ കടുത്ത ഭാഷയിലാണ് ഇന്ന് പ്രതികരിച്ചത്. നിങ്ങളെ മുത്തശ്ശിയില്ലേ, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിച്ചത്. എത്ര കാലം? 1.5 വർഷം. ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി വിമർശനം തുടർന്നു. മുഖ്യമന്ത്രിക്കെതിരായ രാഹുലിന്റെ പരാമർശം ലജ്ജിപ്പിക്കുന്നതെന്ന് ബൃന്ദ കാരട്ട് വിമർശിച്ചു. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ വക്താവായി മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. BJPയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു 2014. രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി അത് വിളിക്കി. കാരണം BJP അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ്. ഇപ്പോൾ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന്. BJP CPIM ബന്ധം ആവർത്തിച്ച രമേശ് ചെന്നിത്തല മാസപ്പടി സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി അർത്ഥമാക്കിയിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് വിഷയം തണുപ്പിക്കാനായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമം. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന അഭിപ്രായത്തിൽ മാറ്റമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.